വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. കേരളത്തിൽ കനത്ത മഴ തുടരുകയാണ്. ഇന്നു മുതൽ അതിശക്തമായ മഴ മുന്നറിയിപ്പാണുള്ളത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ്. ഇന്നലെ രാത്രി സംസ്ഥാന വ്യാപകമായി ശക്തമായ കാറ്റും മഴയും ഉണ്ടായിരുന്നു. പലയിടങ്ങളിലും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരത്തു നിന്നും മീര മനോഹരൻ, എറണാകുളത്ത് നിന്ന് സഹിൻ ആന്റണി, കോഴിക്കോട് നിന്ന് ലിനിറ്റ് വർഗീസ് എന്നിവർ ഈ വാർത്തയുടെ ഏറ്റവും പുതിയ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. ആദ്യം തിരുവനന്തപുരത്ത് മീര മനോഹരനിലേക്ക് പോവുകയാണ്. മീര, ഈ പറഞ്ഞതുപോലെ വലിയ രീതിയിലുള്ള മഴ തന്നെയാണ് സംസ്ഥാനത്തുടനീളം ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരം മേഖലയിൽ എത്തരത്തിലായിരുന്നു? ഇന്നലെ രാത്രിയിൽ കനത്ത കാറ്റും മഴയുമാണ് പലയിടങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അവിടുത്തെ ഒരു സ്ഥിതി എന്താണ്? സംഗീത സൂചിപ്പിച്ചതുപോലെ തന്നെ തലസ്ഥാനത്ത് ഇന്നലെ ശക്തമായ മഴ തന്നെയായിരുന്നു. പലയിടങ്ങളിലും കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റോഡുകളിൽ ഉൾപ്പെടെ മരം കടപുഴകി വീഴുകയും റോഡ് ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. കൂടാതെ ഫ്ലക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ വീണ് അത്തരത്തിലുള്ള ഗതാഗത തടസ്സം കൂടി ഉണ്ടായിട്ടുണ്ട്. എന്തായാലും നിലവിലും ഇപ്പോൾ തലസ്ഥാനത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി ശക്തമായ മഴയോടൊപ്പം കാറ്റും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ ഭാഗമായി തന്നെയാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായത്. എന്തായാലും ഇന്ന് ഇപ്പോൾ പല ജില്ലകളും റെഡ് അലേർട്ടാണ്. കണ്ണൂരും കാസർഗോഡും റെഡ് അലേർട്ടും, തിരുവനന്തപുരം, ആലപ്പുഴ, കൊല്ലം ജില്ലകളിൽ ഒഴികെ ബാക്കി എല്ലാ ജില്ലകളും ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും കാലവർഷം എത്തുന്നു എന്നുള്ള സൂചന തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മഴയോടൊപ്പം ശക്തമായ കാറ്റും നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ തിരുവനന്തപുരം നഗരത്തിലുണ്ടായ വിഴിഞ്ഞം, ചാക്ക, കഴക്കൂട്ടം, വിഴിഞ്ഞം, നെടുമങ്ങാട് തുടങ്ങിയ ഇടങ്ങളിലൊക്കെയും ഇത്തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. മരം ഉൾപ്പെടെ വീണുള്ള ഗതാഗത തടസ്സവും ഉണ്ടായി. എന്തായാലും നിലവിലും ഇപ്പോൾ മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത 3 മണിക്കൂറിലേക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പം നമുക്ക് നൽകിയിട്ടുണ്ട്. എന്തായാലും കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ എന്ന ജില്ലകളിൽ അടുത്ത 3 മണിക്കൂറിൽ ശക്തമായ മഴയ്ക്കുള്ള ഒരു സാധ്യത, അതിശക്തമായ ഒരു മഴയ്ക്കുള്ള സാധ്യതയും ഒപ്പം 50 കിലോമീറ്റർ വരെ വേഗത്തിലുള്ള കാറ്റിനുള്ള സാധ്യതയും കൂടി പ്രവചിക്കുന്നുണ്ട്. കൂടാതെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, പാലക്കാട് ജില്ലകളിൽ ഒറ്റപ്പെട്ടായിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യതയും കൂടി ഇപ്പോൾ പ്രവചിക്കുന്നുണ്ട്. എന്തായാലും കാലവർഷം എത്താൻ പോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലും ഇപ്പോൾ തലസ്ഥാനത്ത് മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ ശക്തമായ മഴയല്ല, എങ്കിലും മഴ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മലയോര മേഖലകളിൽ ഉൾപ്പെടെ ഇപ്പോഴും മഴ തുടരുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സംഗീത. ശരി മീര, എറണാകുളത്ത് നിന്ന് സഹിൻ ആന്റണിയും ചേരുകയാണ്. സഹിൻ, എറണാകുളത്തെ ഒരു ചിത്രം എങ്ങനെയാണ്? ഇന്നലെ രാത്രി മുഴുവൻ വലിയ രീതിയിൽ മഴയുണ്ടായിരുന്നു. ഇപ്പോഴും അത് തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ജില്ലാ ഭരണകൂടം അടക്കം നൽകുന്ന നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? മറ്റു വിവരങ്ങൾ എന്തെല്ലാമാണ്? സംഗീത സൂചിപ്പിച്ചതുപോലെ തന്നെ എറണാകുളം ജില്ലയിൽ ആകമാനം ഇന്നലെ ശക്തമായ മഴയായിരുന്നു ഉണ്ടായിരുന്നത്. രാത്രി ശക്തമായ മഴ പെയ്തിരുന്നു. ഇപ്പോഴും മഴ തുടരുന്നു എന്നുള്ളതാണ്. ചിലയിടങ്ങളിൽ മാത്രം മഴ മാറി നിൽക്കുന്നുണ്ട്. പക്ഷേ കാര്യമായ മഴ പലയിടങ്ങളിലും പെയ്യുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ചും ആ തീരമേഖലകളിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൊച്ചിയിൽ വലിയ പ്രശ്നങ്ങൾ തന്നെയാണ് തീരമേഖലയിലെ നിവാസികൾക്കുള്ളത്. കാരണം ഈ ശക്തമായ തിരമാലകളും ഒപ്പം തന്നെ ഈ കനത്ത മഴയും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അവർക്ക് ജീവിതം ദുസ്സഹമാകുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി ഇത് തന്നെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും മഴ ശക്തമാകുകയാണെങ്കിൽ തീരവാസികൾക്ക് അവരുടെ ജീവിതം ദുസ്സഹമായി മാറുകയും ചെയ്യും. ഒപ്പം തന്നെ മലയോര മേഖലകളിലും കോതമംഗലം, മൂവാറ്റുപുഴ തുടങ്ങിയ ഇടങ്ങളിലെല്ലാം തന്നെ ഇന്നലെ ശക്തമായ മഴയിൽ നാശനഷ്ടങ്ങൾ പലയിടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. മരം കടപുഴകി വീണ് ഗതാഗതം പൂർണ്ണമായും സ്തംഭിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. ചിലയിടങ്ങളിൽ വീടുകൾക്കെല്ലാം കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും ഭരണകൂടം ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. പരമാവധി ആളുകളോടെല്ലാം, പ്രത്യേകിച്ചും പെരിയാറിൻ്റെ തീരങ്ങളിലുള്ള ആളുകളോടെല്ലാം അവിടെ നിന്ന് മാറി താമസിക്കുന്നതിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കും എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. സംഗീത. ശരി സഹിൻ, കോഴിക്കോട് നിന്ന് ലിനിറ്റ് വർഗീസ് കൂടി ചേരുകയാണ്. ലിനിറ്റ്, ഇന്ന് കോഴിക്കോട് മേഖലയിലെ ഒരു സാഹചര്യം എത്തരത്തിലാണ്? കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയുടെ ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുവന്നതൊക്കെ. ഇന്നലെ രാത്രിയിലത്തെ ഒരു സാഹചര്യവും ഇന്ന് എങ്ങനെയായിരിക്കും ലിനിറ്റ്?
സംഗീത ഇന്നലെ രാത്രിയോടുകൂടി ശക്തിയേറിയ കാറ്റും അതോടൊപ്പം മഴയുമായിരുന്നു കോഴിക്കോട് നഗരങ്ങളിലും അതോടൊപ്പം മലയോര മേഖലകളിലും ഉണ്ടായിരുന്നത്. ഇന്നലെ തീരദേശത്ത് 15 കിലോമീറ്റർ പരിധിയിൽ രാത്രിയിൽ ശക്തമായ കാറ്റ് ഉണ്ടായി. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം, ജില്ലയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഇന്നലെ രാത്രിയോടുകൂടി ഉണ്ടാകുന്നു. മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ ക്വാറികളുടെ പ്രവർത്തനവും മണ്ണെടുക്കൽ, ഖനനം, കിണർ നിർമ്മാണം, മണലെടുക്കൽ എന്നിവയ്ക്കും താൽക്കാലിക നിരോധനം ജില്ലയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വിവരം കോഴിക്കോട് ദുരന്ത നിവാരണ ചെയർമാനായിരിക്കുന്ന ജില്ലാ കളക്ടർ ഇത്തരത്തിലുള്ള അറിയിപ്പുകൾ ജില്ലയിലെമ്പാടും അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം ജില്ലയിലെ നദീതീരങ്ങൾ, ബീച്ചുകൾ, വെള്ളച്ചാട്ടങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ജലാശയങ്ങളിലേക്കും പ്രവേശനം നിഷേധിച്ചിട്ടുണ്ട്. അവിടെ താൽക്കാലികമായിട്ട് ആരും ഇറങ്ങരുതെന്നും വളരെയേറെ ശ്രദ്ധ പാലിക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം, ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്ന മലയോര മേഖലകൾ, ചുരം മേഖലകൾ എന്നിവിടങ്ങളിലൊക്കെ തന്നെ രാത്രി 7 മണി മുതൽ രാവിലെ 7 മണി വരെ അടിയന്തര യാത്രകളല്ലാത്തവ ഒഴിവാക്കണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. സംഗീത. ശരി ലിനറ്റ്, എന്താണെങ്കിലും സംസ്ഥാനത്തുടനീളം കനത്ത മഴ തുടരുന്ന ഒരു സാഹചര്യമാണ്. ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ്. ഇന്നു മുതൽ അതിശക്തമായ മഴ മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിവിധയിടങ്ങളിൽ നിന്നാണ് റിപ്പോർട്ടർമാർ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നത്.